പകുതിയെല്ലാം പറഞ്ഞവർ മുഴുവൻ ചൊല്ലാൻ വന്നവർക്ക് ചൊല്ലാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് റെക്കോർഡിട്ടിട്ട് ഇങ്ങനെ ചുണ്ടനക്കി. ഇതിനെ പിന്തുണയ്ക്കുന്നവർ ആരോടെയെങ്കിലും മാറ്റി നിർത്തിയിട്ട് മുഴുവനായി ഒന്ന് ചൊല്ലാമോ എന്ന് ചോദിച്ചാൽ വല്ലാത്ത പൊല്ലാപ്പാവും. ചുരുക്കത്തിൽ ഇത് ഒരു നല്ല സ്വാതന്ത്ര്യദിനം ഒരു കാര്യവുമില്ലാത്ത ഒരു വാദവും അപവാദവും തർക്കവും വിതർക്കവും കൊണ്ടുവന്ന് ഒരു പരുവമാക്കി, കോമഡിയാക്കി. ലോകത്ത് ഇതുപോലെ ഒരു സ്വാതന്ത്ര്യദിനം ഏതെങ്കിലും രാജ്യത്തിൻ്റേതാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു വളരെ പവിത്രമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് ഡേയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒരു സാമാന്യേനയുള്ള ന്യായം ഞാൻ പറയാം. എല്ലാവരും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും അതിൽ അംബേദ്കറും ലാലാ ലജ്പത് റായിയും ഒക്കെ പറയുമെങ്കിലും ഇതിൻ്റെ ഒരു നാടൻ വിവരണം ഇത്രയേ ഉള്ളൂ. നമ്മളെ ബ്രിട്ടീഷ് ആധിപത്യത്തിലാക്കി, അവർ നമ്മളെ കൊള്ള ചെയ്തു, ചൂഷണം ചെയ്തു, എല്ലാ ആയുധങ്ങളും കൊണ്ടുവന്ന് ഇവിടെ ക്രമീകരിച്ചു. കുറേ ആളുകളെ ശൂനക്കികളും അടിമകളുമാക്കി അങ്ങെടുത്തു. മാർഗമുള്ളവനും വിദ്യാഭ്യാസമുള്ളവനുമെല്ലാം സായിപ്പിൻ്റെ ശൂനക്കികളും പിന്നാലെ നടക്കുന്നവരും അവരെ കൊണ്ട് ഉപകാരം വാങ്ങിച്ച് ജീവിക്കുന്നവരുമായി. അതിൽ നാട്ടുജന്മികൾ, പ്രമാണിമാർ, എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളവർ അവരൊക്കെയാണ് ആ വഴിക്ക് പോയത്. എന്നാൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ദാഹിച്ച കുറേ മനുഷ്യർ അടിയും ഇടിയും വെടിയും എല്ലാ തരത്തിലുള്ള അപമാനവും എല്ലാ തരത്തിലുള്ള ആക്രമണവും സഹിച്ച് ജീവിക്കേണ്ടി വന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ അവരെ ആ മരണതുല്യമായ നരകതുല്യമായ ജീവിതത്തിൽ നിന്നൊന്ന് ഉണർത്താൻ അവർക്ക് കൊടുക്കാൻ ആയുധമില്ല, അവർക്ക് കൊടുക്കാൻ തോക്കില്ല. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, പട്ടിണിയാണ്, പരിവട്ടമാണ്. പക്ഷേ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ദാഹമുണ്ട്. അതിന് അന്നത്തെ വലിയ മനുഷ്യരുണ്ടാക്കിയ ക്യാപ്സ്യൂളുകളാണ് ദേശഭക്തി ഗാനങ്ങൾ, ദേശഭക്തി നിറഞ്ഞ മുദ്രാവാക്യങ്ങൾ. ഒരുത്തനെ ചവിട്ടി അരച്ച് ബൂട്ടിട്ട് ചവിട്ടുമ്പോഴും ഇൻകുലാബ് സിന്ദാബാദ് അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ വിളിക്കുമ്പോൾ ആ ഒരു നിമിഷം അവൻ്റെ വേദന കുറയുകയാണ്. അവൻ മറന്ന് ഇന്ന് നമ്മളിങ്ങനെ ആകാശത്ത് പാറിപ്പറക്കുന്ന ഈ ത്രിവർണ്ണ പതാക അങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ നിമിഷത്തിൻ്റെ ലഹരിയിൽ ഈ വേദനയെ അവൻ മറക്കുകയാണ്. കാലുപോയവനും കൈപോയവനും ചങ്ക് പൊട്ടിയവനുമെല്ലാം ഉപേക്ഷിച്ചു പോകാതെ വീണ്ടും ധീരതയോടെ മുന്നോട്ട് വരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ: ഈ ദേശഭക്തി ജ്വലിക്കുന്ന വാക്കുകൾ, ആ കവിതകൾ, ആ പ്രചോദനങ്ങൾ, അതിൻ്റെ ഭാഷ്യങ്ങൾ. മഹാത്മാഗാന്ധി വലിയൊരു മാനേജ്മെൻറ്റ് എക്സ്പെർട്ടായിരുന്നു. അദ്ദേഹം മനസ്സിലാക്കി ആകെ നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽ ഈ ജനക്കൂട്ടമാണ്, ഈ ജനങ്ങളാണ്. കൊന്നാലും തീരാത്ത അത്രയും ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അവരെ മുഴുവൻ രംഗത്തിറക്കുക, അവരെ മുഴുവൻ തെരുവിലിറക്കുക. ഈ അസംസ്കൃത വസ്തുവിനെ, ഈ സ്ട്രാറ്റജിക്കൽ ഇൻപുട്ടിനെ, ഈ സ്ട്രാറ്റജിക്കൽ അഡ്വാൻറ്റേജിനെ അത് പരമാവധി ഉപയോഗിക്കുക എന്ന് പറയുന്ന മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് മഹാത്മാഗാന്ധി ഉപയോഗിച്ചത്. അതിനാണ് ഗാന്ധിജി ഖിലാഫത്തിനെ ഉപയോഗിച്ചത്, അതിനാണ് ഗാന്ധിജി ഐത്തോച്ചാടനത്തെ ഉപയോഗിച്ചത്, അതിനാണ് ക്ഷേത്രപ്രവേശനത്തെ ഗാന്ധിജി ഉപയോഗിച്ചത്. ഇതിലെല്ലാം കൂടി എല്ലാ മനുഷ്യരെയും ഈ രാജ്യത്തിന് വേണ്ടി പ്രോജ്വലിക്കുന്ന നക്ഷത്രങ്ങളാക്കി മാറ്റാനുള്ള ഒരു സംഗതിയുടെ ഭാഗമായിട്ടാണ് ഈ ദേശഭക്തി ഗാനങ്ങൾ ഉണ്ടായത്. അവരൊരിക്കലും പിൽക്കാലത്ത് ഇത് വെച്ച് ഹിന്ദുവും മുസ്ലിമും തമ്മിൽ അടിയുണ്ടാകുമെന്ന് എഴുതിയവരാരും വിചാരിച്ചിട്ടേയില്ല. അങ്ങനെയാണ് വന്ദേ മാതരവും എഴുതിയത്. വന്ദേ മാതരവും എഴുതിയത് അതുതന്നെയാണ്. ആ വന്ദേ മാതരം എഴുതി വന്നിട്ട് അതിൻ്റെ അവസാന വാക്യങ്ങളിൽ ഹൈന്ദവ മതവിശ്വാസത്തിൻ്റെ അതിനെ പ്രകീർത്തിക്കുന്ന വരികളുണ്ട്. ആ വരികൾ വേണ്ട എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ ഇവിടെ കലാപമൊന്നും നടത്തിയില്ല അന്ന്. എന്തുകൊണ്ട് നടത്തിയില്ല എന്ന് ചോദിച്ചാൽ അന്ന് ഈ സ്വാതന്ത്ര്യം വേണമെന്ന ദാഹത്തിൻ്റെ മുന്നിലാണ് ഒരു ജനത മുഴുവൻ. നമുക്കാർക്കും അതിൻ്റെ വിലയില്ലാത്ത എന്താ? അതിനൊന്നും വേണ്ടി നമ്മളൊരു ത്യാഗവും സഹിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്, അതിനൊന്നും വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ്, അതിൻ്റെ വില നമുക്കറിയാത്തത് കൊണ്ടാണ്. അന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർക്കിടയിൽ ബ്രിട്ടീഷുകാർ ഏത് തന്ത്രവും ഉപയോഗിച്ചും ഹിന്ദു മുസ്ലിം സംഗതികൾ കൊണ്ടുവന്ന് അതിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് നിൽക്കണമെന്നുള്ള വികാരത്തിൽ ഈ പറയുന്ന ഈ വരികൾ എഴുതിയ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ തന്നെ തീരുമാനിച്ചതാണ് അവസാന വാചകങ്ങൾ ചിലപ്പോൾ മുസ്ലിം സഹോദരന്മാർക്ക് വേദനയാകുമെങ്കിൽ അത് വിട്ടേക്കാം, അത് ഒഴിവാക്കിയേക്കാം. പക്ഷേ അത് പറയുമ്പോഴും അന്നും ഈ ദേശീയ രാഷ്ട്രീയത്തിനോടൊപ്പം പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പോരാടുന്ന മുഹമ്മദ് അലി ജൗഹറിനെ പോലെയുള്ളവർ ഉറച്ചു നിൽപ്പുണ്ട്. അവരാരും ഇതിനെ അത്തരത്തിൽ എതിർക്കാനൊന്നും പോയില്ല. അങ്ങനെയാണ് ഇതെല്ലാം അവിടെ കിടന്നത്. ആരും പ്രതിഷേധിച്ചല്ലില്ലാതായത്, ആർക്കും വാശിയോട് ഇത് ചൊല്ലിക്കണമെന്നുമില്ലായിരുന്നു. അപ്പോൾ അതാണ് സംഗതി. അപ്പോൾ ഇത് പാടാൻ പറയുമ്പോൾ സത്യത്തിൽ എനിക്കറിയില്ല 4 വരിക്കപ്പുറം. ജനഗണമന നമ്മൾ പണ്ട് മുതൽ പാടി പഠിച്ചതാണ്.
പിന്നെ അഖിലാണ്ട മണ്ഡപം അണിയിച്ചൊരുക്കി എന്ന് പറയുന്ന നമ്മൾ പള്ളിക്കൂടത്തിൽ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അതൊന്നും പാടുമ്പോൾ ഇപ്പോൾ അതിൻ്റെ വരികളൊക്കെ നോക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്താൽ അപ്പോഴേ നമ്മൾ ചൊല്ലി കഴിയുമ്പോൾ ഹിന്ദുവായി. പക്ഷേ അന്ന് നമ്മളിതൊന്നും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ആകുന്നതും മുസ്ലിം ആകുന്നതും ഒന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കൂടത്തിലൊരു പ്രാർത്ഥന, ദേശഭക്തി ഗാനം, ഇതിനൊക്കെ അപ്പുറത്ത് ഇതിലൊരു കാര്യവുമില്ല. അപ്പോൾ ഇത് എന്താ പറയുന്നത്, സോണിയാഗാന്ധിക്കും ഗാർഗയ്ക്കും ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ അവരുടെ വലിപ്പമാണ്. അത് അവിടം വരെ മനസ്സിലായല്ലോ ഒന്ന്. അവിടെ പാടാൻ വന്നവർക്ക് ഇതൊന്നും അറിയാനൊക്കില്ല. പാടാൻ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഇത് പാടാൻ വേണ്ടി പണ്ട് മൂലം പരിശീലിച്ച് ഉപജീവന മാർഗത്തിന് വേണ്ടി എവിടെയെങ്കിലും പാടിക്കൊണ്ടിരുന്ന പാവങ്ങളെയാണ് കൊണ്ട് നിർത്തിയത്. അവർക്കിതിൻ്റെ ലാസ്റ്റ് ഭാഗം അങ്ങനെയാണെന്നോ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. അതുപോലെ തെലങ്കാനക്കാർക്കും കർണാടകക്കാർക്കും ഒന്നും നമ്മൾ സാറിന് പടക്കം പൊട്ടിക്കുമ്പോൾ ഒരു ഒച്ച കേൾക്കുമല്ലോ, അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഹിന്ദു ഒച്ച മുസ്ലിം ഒച്ച എന്ന് പറയുന്ന ശബ്ദമൊന്നും ഇല്ലല്ലോ. ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു പ്രകാശം, അതവിടെ തീർന്നു, അത് കഴിഞ്ഞു, അത്രയേ ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് വെച്ച് പണ്ട് ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു ഭിന്നിപ്പ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള സാധ്യത തേടലാണ്. അവിടെ യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ചേർന്ന് നിന്ന് പാടുന്നവർ പാടട്ടെ, പാടണ്ടെങ്കിൽ പാടണ്ട, പാടണ്ടെങ്കിൽ കേട്ടോണ്ട് നിന്നൂടെ. നമ്മളിപ്പോൾ എൻ്റെ വീടിനടുത്തൊക്കെ അമ്പലങ്ങളുണ്ട്, രാവിലെ മുതൽ അവിടെ കീർത്തനങ്ങൾ പാടുന്നു, ബാങ്ക് വിളിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കണ്ട് സംഭവിക്കുന്നു, നമ്മുടെ വിശ്വാസത്തിനാണ്ട് കുറവ് വരുന്നു. വിദ്വേഷത്തിനല്ലേ കയറ്റിറക്കങ്ങൾ ഉണ്ടാവുന്നുള്ളൂ, വിശ്വാസത്തിന് കുറവൊന്നും വരുന്നില്ല. വിശ്വാസത്തിന് കുറവ് വരുന്നത് എപ്പോഴാണ്? എടാ സ്വന്തം സഹോദരൻ എന്തെങ്കിലും സാമ്പത്തികം കൊടുക്കാൻ പറയുമ്പോൾ 10 പൈസ കൊടുക്കാതാവുമ്പോഴാണ് വിശ്വാസം കുറയുന്നത്. അല്ലെങ്കിൽ വല്ലവൻ്റെ മുതലും വകയും കാണുമ്പോൾ അത് പിടിച്ചെടുക്കാൻ തോന്നുമ്പോഴാണ് വിശ്വാസം നഷ്ടപ്പെടുന്നത്. അത് യഥേഷ്ടം നടക്കുന്നുണ്ട്, അതിലൊന്നും ആർക്കും പരാതിയില്ല. എല്ലാ സമുദായത്തിനുള്ളിലും നടക്കുന്നുണ്ട്, സമൂഹത്തിനുള്ളിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവായി എന്നെ കേൾക്കുന്ന എന്നെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ ഒരുപാട് BP ഒന്നും കൂട്ടേണ്ട കാര്യമില്ല. ഇതെല്ലാം അതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നോളും. അവനവൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ആയി നന്മ ചെയ്ത് ഇല്ല ശ്വാസം പിടിക്കുമ്പം നിശബ്ദമായി കിടന്നു കൊടുക്കുക. ആൾക്കൂട്ടം എല്ലാം കൂടെ വന്ന് കുളിപ്പിച്ച് എടുത്തുകൊണ്ട് പോയി കച്ചവടം തീർത്ത് ഒരു പലകയും വെച്ച് അല്ലെങ്കിൽ ഇച്ചിരി ഈ പറയുന്ന ചാരവും വാരിക്കൊണ്ടുവന്ന് കളഞ്ഞേച്ച് ബാക്കിയുള്ളവർ സ്വസ്ഥമായിട്ട് ജീവിക്കും. അത്രയേ ഉള്ളൂ.